കൊല്ലം ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഭൂമി കയ്യേറിയാണ് മത്സ്യമാംസാദികൾ വിൽക്കുന്ന പൊതു മാർക്കറ്റിന്റെ പ്രവർത്തനം. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ ഏക്കർ കണക്കിന് ഭൂമി കയ്യേറിയത് സർക്കാരും പോരുവഴി ഗ്രാമപഞ്ചായത്തും. കോടതി വിധി ക്ഷേത്രത്തിന് അനുകൂലമായിട്ടും ഭൂമി തിരിച്ചുപിടിക്കാതെ ദേവസ്വം ബോർഡ്. വിവരങ്ങളുമായി മനോജ് ഉണ്ട് നമുക്കൊപ്പം. മനോജ്, ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറി ഒരു മാംസ മാർക്കറ്റ് പ്രവർത്തിക്കുകയാണ്. അതും സർക്കാരും ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടത്തിയ കയ്യേറ്റമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് മനോജ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്? രാഖി, ഈ ക്ഷേത്രഭൂമി കയ്യേറിയതിൻ്റെ വിവരങ്ങളാണ് ഉപദേശക സമിതി സെക്രട്ടറി അടക്കം നമുക്ക് നൽകിയത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ 14 ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നു. ഇന്ന് ബാക്കിയുള്ളത് 7.5 ഏക്കർ മാത്രമാണ്. ഇതിൽ തന്നെ ഒരു പൊതു മാർക്കറ്റ് ഈ ക്ഷേത്രത്തിന് സമീപത്ത് പ്രവർത്തിക്കുന്നു. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ഭൂമിയിലാണ് അത് കയ്യേറിക്കൊണ്ട് ഈ പൊതു മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. 52 സെന്റിൽ പ്രവർത്തിക്കുന്ന പൊതു മാർക്കറ്റിൽ മത്സ്യമാംസാദികൾ അടക്കമുണ്ട്. അത് പോരുവഴി പഞ്ചായത്തിൻ്റെതാണ് ഈ പൊതു മാർക്കറ്റ്. അതോടൊപ്പം തന്നെ സമീപത്തായ ഒരു സർക്കാർ ഹൈസ്കൂൾ, അതും ഈ സർക്കാർ സ്കൂൾ പ്രവർത്തിക്കുന്നതും ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ വസ്തുവിലെന്നാണ് ഈ രേഖകൾ തെളിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. അതായത് ഈ ക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ്. ഈ ഓച്ചിറ പോലെ തന്നെ, അതുപോലെ തന്നെ നൂറിനാട് പോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഈ പടനിലമൊക്കെ ഏറെ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ പടനിലമെന്ന് പറയുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയൊരു ഭൂമി ഈ പടനിലമായി ഉണ്ട്. ഇതിനു ഭാഗത്തായാണ് ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ നടന്നിരിക്കുന്നത്. കാലാകാലങ്ങളായി ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമി കയ്യേറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പഞ്ചായത്തും സർക്കാരും ചേർന്ന് ഈ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രത്തിൽ ഈ ഭൂമി പിടിക്കുവാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന പരാതി. കാരണം ഈ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ കോടതിയെ സമീപിച്ചു. കോടതി ക്ഷേത്രത്തിന് അനുകൂലമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചു. എന്നാൽ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ദേവസ്വം ബോർഡിന് ഈ പരാതി നൽകിയപ്പോൾ ദേവസ്വം ബോർഡ് വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഓംബുഡ്സ്മാൻ പരാതി കൊടുക്കുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് മുൻപിരുന്ന പ്രസിഡന്റുമാരെ അടക്കം കാണുന്നു. അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇരുന്ന സമയത്ത് ഇതിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് എല്ലാ ഭൂമിയും തിരിച്ചു പിടിക്കുവാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം വന്നിട്ടുള്ള ഈ ദേവസ്വം പ്രസിഡന്റുമാരെയും ദേവസ്വം അധികൃതരെയും ഒക്കെ ഇവർ നിരന്തരം കാണുമായിരുന്നു. എന്നാൽ ഈ പരാതി നൽകുമ്പോൾ അതിനൊന്നും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് അവിടെ നിന്നും കൈക്കൊണ്ടത്. അതിനുശേഷം തന്നെ നിയമപോരാട്ടവുമായി ഈ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ പോവുകയായിരുന്നു. അതായത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൽ കൊണ്ടിടുന്ന, അതായത് ഈ തുറന്ന ക്ഷേത്രമാണ്, ശ്രീകോവിലോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് തന്നെ ഈ മത്സ്യമാംസാദികളുടെ അവശിഷ്ടങ്ങളൊക്കെ പക്ഷികൾ കൊണ്ട് ഇടുന്ന സമയത്ത് അവിടെ ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് അത് വലിയ വേദനയാണ്. ഈ വേദന അവർ ഈ ക്ഷേത്ര ഭാരവാഹികളോടും പങ്കുവച്ചിരുന്നു. തുടർന്ന് തന്നെയാണ് നിയമപോരാട്ടത്തിലേക്ക് ഇവർ പോയത്. ഈ നിയമപോരാട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ കോടതി തന്നെ അനുകൂലമായൊരു വിധി നൽകുന്നു. അതായത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭൂമി തിരിച്ചു പിടിക്കണമെന്നുള്ള കാര്യം അത് കോടതി തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ദേവസ്വം ബോർഡ് അതിന് മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഈ ക്ഷേത്ര ഭാരവാഹികളടക്കം പറയുന്നുണ്ട്. എന്തായാലും ഈ രേഖകളെല്ലാം തന്നെ ക്ഷേത്രത്തിന് അനുകൂലമാണ്. ഈ കാലാകാലങ്ങളായി ഉണ്ടായിട്ടുള്ള, അതായത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ ഭൂമി കയ്യേറുന്നത് അത് ആദ്യത്തെ കാര്യമല്ല. എങ്കിൽ പോലും ഈ 14 ഏക്കർ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഭൂമി അതിന്ന് 7.5 ഏക്കർ മാത്രമായി അവശേഷിക്കുന്നു. ഇനിയും ഇങ്ങനെ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ബാക്കി ഭൂമി കൂടെ നഷ്ടമാകുമോ എന്നുള്ള ഒരു ആശങ്ക ഈ ഭക്തർക്കുണ്ട്. എന്തായാലും ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് തന്നെ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ, അതായത് ക്ഷേത്രഭൂമി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം. അതോടൊപ്പം തന്നെ നവീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. സദ്യാലയമടക്കം അങ്ങനെ ശോചനീയ അവസ്ഥയിൽ കിടക്കുന്നു. ഏതൊക്കെ ക്ഷേത്രങ്ങളാണോ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത് അവിടെ കൃത്യമായി നവീകരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ആ ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ട ചുമതല ദേവസ്വം ബോർഡിനുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായും ഈ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി അടക്കം പറയുന്നത്. നേരത്തെ തന്നെ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായിട്ട് പോലും 1 വർഷമാകുന്നു. അതായത് 2024 കോടതി ഇക്കാര്യം പറഞ്ഞതാണ്. 2025 കഴിഞ്ഞിരിക്കുന്നു. 1 വർഷമായിട്ട് പോലും ആ ഭൂമി തിരിച്ചു പിടിക്കണമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഈ ദേവസ്വം ബോർഡ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ക്ഷേത്ര ഉപദേശക സമിതി നൽകുന്ന പരാതിയിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ട്
ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ പോരുവഴി പഞ്ചായത്തിൻ്റെയും ഒക്കെ അധീനതയിലാണ് ഇന്ന് ഈ ക്ഷേത്രഭൂമിയുള്ളത്. കാരണം അവിടെ ഒരു പൊതുമാർക്കറ്റ് കൊണ്ടുവരുവാനും അവിടെ ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് തന്നെ ഇത്തരത്തിൽ മത്സ്യമാംസാദികൾ വിൽക്കുവാനുമൊക്കെ ഒരു അനുമതി, അതായത് അവിടെയുള്ള ആളുകൾക്കൊക്കെ വന്ന് ഈ മത്സ്യങ്ങളൊക്കെ വാങ്ങാൻ ഈ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് തന്നെ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്നും ഈ അവശിഷ്ടങ്ങൾ കൊണ്ടിടുന്നത് പലതവണയായി പരാതിയായി പറഞ്ഞിട്ട് പോലും അതിനെ ഒന്നും ഉൾക്കൊള്ളാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ പരാതിയായി ഉയരുന്നത്. ഈ ക്ഷേത്രഭൂമികളടക്കം ഏക്കർ കണക്കിന് ക്ഷേത്രഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തികൾ കയ്യേറി അത് പിന്നീട് തിരിച്ചു പിടിക്കുവാനുള്ള നടപടികളുമായി പോയി. എന്നാൽ സർക്കാരിൻ്റെ കയ്യിൽ നിന്നും പഞ്ചായത്തിൻ്റെ കയ്യിൽ നിന്നുമൊക്കെ എത്തരത്തിലാണ് തിരിച്ചു പിടിക്കേണ്ടതെന്നതിനെ പറ്റിയാണ്. അതായത് കോടതി ഉത്തരവ് നൽകിയെങ്കിൽ അതിൻ്റെ അടുത്ത നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. എന്നാൽ ദേവസ്വം ബോർഡ് ഒരു നീക്കുപോക്കുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എന്തായാലും ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം എന്നും സുരക്ഷിതമായി നിലനിൽക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് അവിടെയുള്ള ഭക്തജനങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം അധികൃതരുമായി ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ആദ്യഘട്ടത്തിലൊന്നും ഈ പരാതി പോലും തന്നെ ഈ കൈക്കൊള്ളാൻ, അതായത് ഈ ചക്കുവള്ളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പരാതികളൊന്നും ആദ്യം പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരെ സമീപിച്ചിട്ടുള്ള ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെ ഉയരുന്നുണ്ട്. കാരണം ക്ഷേത്രഭൂമി ഇങ്ങനെ കയ്യേറി പോകുന്നത് അത് പിന്നീട് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ക്ഷേത്രത്തെ സംരക്ഷിക്കാതെ ക്ഷേത്രം ശോചനീയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഈ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തുനിന്നും ഉയരുന്നത്. എന്തായാലും ഒരു കൊള്ള തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാം. അതായത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ക്ഷേത്ര ഭൂമിയൊക്കെ കയ്യേറി ഏക്കർ കണക്കിന് ഭൂമികൾ കയ്യേറിക്കൊണ്ടൊരു കൊള്ള, അത് പലതരത്തിലും ക്ഷേത്രത്തിലെ സ്വർണമായാലും അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ മൂല്യമുള്ള മറ്റ് വസ്തുക്കളായാലും ഒക്കെ പല ക്ഷേത്രങ്ങളിലും നഷ്ടമാകുന്നത് പോലെ ഇവിടെ നഷ്ടമാകുന്നത് ഭൂമിയാണ്. ആ ഭൂമി തിരിച്ചു പിടിക്കുവാനുള്ള ഒരു നിയമ പോരാട്ടത്തിലാണ് ഈ ക്ഷേത്ര ഭാരവാഹികളുള്ളത്. എന്തായാലും അതിൻ്റെ വിവരങ്ങളൊക്കെ, അതായത് ഈ രേഖകളൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. കോടതി ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന് അനുകൂലമായി തന്നെയാണ് ഇതുവരെയുള്ള വിധികളെല്ലാം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കൃത്യമായ ഒരു വിധി കോടതിയിൽ നിന്നുണ്ടായി, അനുകൂല വിധി ഉണ്ടായി. പക്ഷേ ഭൂമി തിരിച്ചുപിടിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്ന് വ്യക്തമാണ്. കാരണം മാസങ്ങൾ കഴിഞ്ഞു ഈ ഒരു വിധി വന്നിട്ട്. ഇപ്പോൾ ഭക്തർ, വിശ്വാസികൾ എന്താണ് പറയുന്നത്? ഇതിനെതിരെ എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? കാരണം കോടതി തന്നെയാണ് ഒരു അനുകൂല വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നിട്ടും യാതൊന്നും ചെയ്യാതെ ചെറുവിരൽ അനക്കാത്ത ദേവസ്വം ബോർഡിനെതിരെ എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഭക്തർ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഓച്ചിറ ക്ഷേത്രം, അതോടൊപ്പം തന്നെ നൂറിനാട്, അതുപോലെ തന്നെയാണ് ഈ പടനിലവും ചക്കുവള്ളി പടനിലവും പ്രസിദ്ധമാണ്. പക്ഷേ മറ്റ് രണ്ട് ക്ഷേത്രങ്ങളും കരക്കാരാണ് നടത്തുന്നത്, അവിടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. എന്നാൽ ഈ ക്ഷേത്രം മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ളത്. അത്തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമായതിനാലാണ് ഈ ക്ഷേത്രഭൂമി നഷ്ടപ്പെടുവാൻ കാരണമായതും പിന്നീട് അത് തിരിച്ചു പിടിക്കുവേണ്ട ഒരു നടപടിയും സ്വീകരിക്കാത്തതും. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് വലിയ തരത്തിലുള്ള വിഷമമുണ്ട്. കാരണം ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇനി മുതൽ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിൽ ഈ ക്ഷേത്രങ്ങൾ വരരുത് എന്നുള്ള ആഗ്രഹമാണ് അവിടെയുള്ള ഭക്തരൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കാരണം ഈ ഒരു ക്ഷേത്രവും, അതായത് കരക്കാർ സ്വന്തമായി നടത്തുന്ന ക്ഷേത്രമാണെങ്കിൽ അത് കൃത്യമായും അതിൻ്റെ നിയമ പോരാട്ടങ്ങളിലൂടെ അവർക്ക് ആ ഭൂമി തിരിച്ചു പിടിക്കുവാനാകും. എന്നാൽ ഇങ്ങനെയൊരു സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനുവേണ്ട അനുകൂലമായിട്ടുള്ള നിലപാട് ദേവസ്വം ബോർഡ് എടുത്തില്ലെങ്കിൽ അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അത് വലിയ പ്രക്ഷോഭത്തിലേക്ക് കൂടെ പോകുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ നിയമ പോരാട്ടത്തിൽ തന്നെയാണ്. കോടതിയെ അവർ വീണ്ടും സമീപിച്ചിട്ടുണ്ട്, വീണ്ടും ആ കേസ് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഭൂമി അത് അന്യാധീനപ്പെട്ടു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് അന്യാധീനപ്പെട്ടു പോകുന്നത് മാത്രമല്ല, അത് മറ്റുള്ളവർ കയ്യേറി, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ കയ്യേറ്റം ഉണ്ടാകുന്നു. ഈ ഭൂമി കയ്യേറി അവിടെ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ പൊതുമാർക്കറ്റ് പോലുള്ള, സ്വാഭാവികമായും നമുക്കറിയാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ തന്നെ മത്സ്യമാംസാദികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടീച്ചർ, നമ്മൾ ദിവസവും പുറത്തുവിടുന്ന നിരവധി